അങ്ങനെ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന LDFിൻ്റെ ഭരണത്തിൽ നിന്നും ഒരു മാറ്റം ഇതാ സംഭവിക്കാൻ പോകുന്നു. തുടർഭരണം ആഗ്രഹിച്ചവരുണ്ടാകും, ഭരണമാറ്റം ആഗ്രഹിച്ചവരുണ്ടാകും. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഭരണമാറ്റം ആഗ്രഹിച്ചവരുടെ കൂടെയാണ് ഈ വിധി വന്നിരിക്കുന്നത്. കാരണം കൂടുതൽ ജനങ്ങളും ആഗ്രഹിച്ചത് ഭരണമാറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ സീറ്റുകൾ UDFന് ലഭിച്ചത്. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ 10 വർഷം ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. 10 വർഷം പ്രതിപക്ഷം ഇല്ലാതിരുന്നിട്ടൊന്നുമല്ല, ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഗുണമൊന്നുമില്ല. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള ഈ 5 വർഷക്കാലം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് സത്യത്തിൽ ഏകദേശം ഒരു ധാരണ ഈ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആവശ്യത്തിനും അനാവശ്യത്തിനും ഹർത്താലും ബന്ധും സംഘടിപ്പിച്ച് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് LDFിൻ്റെയും ഈ മറ്റ് തോറ്റ പാർട്ടിക്കാരുടെയും ഒക്കെ ഒരു മനസ്സിലിരിപ്പെങ്കിൽ വരാൻ ഉള്ള, അതായത് ഈ 5 വർഷത്തിന് ശേഷമായാലും അല്ലെങ്കിൽ ഇനി വരാനുള്ള ഭാവി ഇലക്ഷനിൽ പോലും അവർക്ക് കിട്ടേണ്ട സ്ഥാനങ്ങളും പരിഗണനയും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം പഴയ തലമുറയല്ല പുതിയ തലമുറ. പഴയ തലമുറയെ എങ്ങനെ വേണമെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമായിരുന്ന നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ ബോയ്സും ഗേൾസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അവർക്ക് രാഷ്ട്രീയ പാർട്ടികളോട് പോലും നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയപരമായി അവർക്ക് പല പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മമത എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അവർ കൃത്യമായി നിരീക്ഷണം അവർക്ക് കൃത്യമായിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിൽ അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ഓരോ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കൃത്യമായിട്ടുണ്ട്. തുടർന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരരീതിയും മുറകളും പുറത്തെടുക്കാനുള്ള ഒരു രീതിയാണ് ഇനി മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തുടർന്ന് വരാനുള്ള തിരഞ്ഞെടുപ്പുകളിൽ പോലും കിട്ടാനുള്ള പല ഗുണങ്ങളും കിട്ടാതെ പോകും.